സ്വരാജ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് അനന്തു എന്ന് പറയുന്ന ആ യുവാവ് RSSനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചതിന് ശേഷം ജീവൻ വെടിഞ്ഞത്. തിരുവനന്തപുരത്ത് വച്ചായിരുന്നു സംഭവം നടന്നത്. അതിൽ ലൈംഗിക അതിക്രമമടക്കം RSSന്റെ ഭാഗത്തു നിന്ന് ക്യാമ്പുകളിൽ നിന്ന് നേരിടേണ്ടി വന്നു ഏറ്റവും ഗൗരവതരമായ ആക്ഷേപമാണ് ആത്മഹത്യാക്കുറിപ്പിൽ ആ യുവാവ് എഴുതിയിരിക്കുന്നത്. അതിൽ നിയമ നടപടി അടക്കമുള്ള ആവശ്യങ്ങളിലേക്ക് കടക്കുകയാണോ CPIM? അതിന്റെ ഭാഗമായിട്ട് അവർ പോലീസിൽ പരാതി നൽകാൻ വേണ്ടി പോവുകയാണോ? തീർച്ചയായിട്ടും മനു, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അനന്തു അജിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ. വേണമെങ്കിൽ മരണമൊഴിയിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അദ്ദേഹം പുറത്തുവിട്ടത് തനിക്ക് ചെറുപ്പത്തിലെ ഉണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങൾ. സജീവ RSS പ്രവർത്തകനായിരുന്നു പിതാവ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അനന്തു അജി. പിതാവ് 5 വർഷം മുന്നെയാണ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ RSSന്റെ ശാഖയിൽ പോയിരുന്ന തനിക്ക് അവിടെ നിന്നും അനുഭവപ്പെട്ട മോശം അനുഭവങ്ങൾ അദ്ദേഹം തുറന്നെഴുതുകയായിരുന്നു. ലൈംഗിക അതിക്രമത്തിന് താൻ വിധേയമായിട്ടുണ്ട്. ഒപ്പം ശാരീരിക മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ദണ്ഡുകളുടെ ഉൾപ്പെടെയുള്ള മർദ്ദനം താൻ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മാനസികമായി തകർന്ന താൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചികിത്സയിൽ കഴിയുകയാണ്. തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലാത്ത തരത്തിൽ വിഷാദം തന്നെ ബാധിച്ചിട്ടുണ്ട്. തൻ്റെ സഹോദരിയെയും അമ്മയെയും ഓർത്തിട്ടാണ് ഇക്കാലം അത്രയും ജീവിച്ചത്. ഇനിയും തനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അങ്ങനെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ എഴുതി വച്ചതിന് ശേഷമാണ് അനന്തു തൻ്റെ ജീവൻ ഒടുക്കുന്ന സാഹചര്യമുണ്ടായത്. തിരുവനന്തപുരത്ത് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ലോഡ്ജിൽ വെച്ചായിരുന്നു അനന്തു ആത്മഹത്യ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമ്പാനൂരിലാണ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ അനന്തുവിൻ്റെ വീട് കോട്ടയം എലിക്കുളത്തുള്ള ഒരു പ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഈ പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനന്തുവിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വന്നതിന് പിന്നാലെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് CPMൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. DYFI വാഴൂർ ബ്ലോക്ക് കമ്മിറ്റിയും പരാതി നൽകുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം CPIMൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി KC സോണി കൂടി ചേരുകയാണ്. സോണി, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ അനന്തുവിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഇത് അതിദാരുണമായ ഒരു സംഭവമാണ്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇപ്പോൾ കേരളം തന്നെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ, ഇലിക്കുളം പഞ്ചായത്തിൽ വഞ്ചിമല മാനോലി ഭാഗത്താണ് ഈ അനന്തു താമസിക്കുന്നത്. ജോലിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് തങ്ങുകയും തിരുവനന്തപുരത്ത് ലോഡ്ജിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ആത്മഹത്യയ്ക്ക് മുമ്പ് പകർത്തിയ കുറേ വിവരങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. തൻ്റെ ബാല്യകാലത്ത് RSS ശാഖയിൽ പോകുന്ന അനന്തു അവിടെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമം, അതുപോലെ തന്നെയുള്ള പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ, ഇതെല്ലാം നിമിത്തം വർഷങ്ങളായി മാനസികമായി സംഘർഷം നിലനിൽക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് താങ്ങാനാവാതെയാണ് മരണപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് അനന്തു പറയുന്നത്, ഈ കേരളത്തിലെ ഒരു മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ RSS ശാഖയിലേക്ക് അയക്കരുത്. അവിടെ നിരന്തരമായ പീഡനങ്ങളാണ് നടക്കുന്നത്. ദണ്ടുപയോഗിച്ച് ആക്രമിക്കുക, ലൈംഗിക അതിക്രമം നടത്തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കുട്ടികളും ഇത് നേരിടുന്നുണ്ട്. അനന്തുവിൻ്റെ കൂട്ടുകാരായ കുട്ടികൾ, ഇതേ ശാഖയിൽ പോയ കുട്ടികൾക്കെല്ലാം സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭയം കാരണം അവർ ഇത് പുറത്തു പറയാതിരിക്കുകയാണ്. അതുകൊണ്ട് RSS എന്ന് പറയുന്ന ഒരു സംഘടന, സംഘപരിവാറിൻ്റെ സംഘടന, ഈ കുട്ടികളെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. കൃഷ്ണൻ്റെ വേഷവും രാധയുടെ വേഷവും കെട്ടാമെന്ന് പറഞ്ഞ് വിശ്വാസങ്ങളെയും അമ്പലങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ടെത്തിക്കുകയും കുട്ടികളിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയായി ഇത് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ആത്മഹത്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകാൻ ഒരുങ്ങുന്നുണ്ടോ? എന്താണ് സ്ഥിതി? ഈ ആത്മഹത്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ മുഴുവൻ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പൊൻകുന്നം SHOയ്ക്ക് CPIMൻ്റെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കുട്ടികളെ നമുക്ക് സുരക്ഷിതരായി ഇവിടെ താമസിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM ഇതിനെ അതിശക്തമായി ഇതിനെ കാണുകയാണ്. ഒരു NMൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ ആത്മഹത്യാക്കുറിപ്പിൽ. ആ NM ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമില്ലേ? NM അങ്ങനെ തുടങ്ങി കുറേ ചുരുക്കപ്പേരുകളിലാണ് ഈ അനന്തു ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ സൂചന പോലീസ് അത് ശക്തമായിട്ട് ഇത് കണ്ടെത്തുകയും ഇതിൻ്റെ പിന്നിലുള്ള ആരാണെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഇത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആവശ്യകതയാണ്. തീർച്ചയായിട്ടും മനു, ഈ ഒരു NMൻ്റെ കാര്യം ഈ ആത്മഹത്യാക്കുറിപ്പിൽ അനന്തു വ്യക്തമാക്കുന്നുണ്ട്. ആ NM ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് CPMൻ്റെ ഒരു ആവശ്യം. ഒപ്പം തന്നെ ഈ വിഷയവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റേതായ ഒരു വീഡിയോ കൂടി പുറത്തു വരുമെന്ന് അനന്തു വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ അനന്തു ഈ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോ ടൈമറിൽ സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആ വീഡിയോ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരായ തെളിവുകളും ഒരുക്കി വച്ചതിന് ശേഷമാണ് അനന്തു മരണത്തിന് കീഴടങ്ങിയത് എന്ന് പറയേണ്ടി വരുമല്ലേ? ഈ വീഡിയോ ഒക്കെ ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്.
തീർച്ചയായിട്ടും അങ്ങനെ വേണം കാര്യങ്ങൾ കാണാൻ. കാരണം ഒരു വീഡിയോ കൂടി പുറത്തു വരാനുണ്ട് എന്ന് അനന്തു തൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സോണി പറഞ്ഞതുപോലെ തന്നെ അതായത് NM-നെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. തന്നെ ശാരീരികമായി ലൈംഗികമായി പീഡനത്തിന് വിധേയമാക്കിയത് NM ആണ്. ഷോർട്ട് പേരിലാണ് അങ്ങനെ കുറിച്ചിട്ടുള്ളത്. ആ NM ആരാണ് എന്ന് കണ്ടുപിടിക്കണം. ഇത്തരത്തിൽ അനന്തുവിനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കപ്പെട്ട വ്യക്തികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കണമെന്നുള്ളതാണ് CPM-ന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി CPM-ന്റെ നേതൃത്വത്തിൽ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. മനു.